ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബോർ മോഡൽ ഓഫ് ആറ്റത്തിന്റെ 3 പോസ്റ്റുലേറ്റുകൾ പറഞ്ഞിട്ടാണ് നിർത്തിയത്. അപ്പോൾ അതൊന്നുകൂടി പറയാം. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആറ്റം മോഡൽസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ആറ്റം മോഡൽ പ്ലം പുഡിംഗ് മോഡൽ ബൈ ജെ തോംസൺ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദെൻ അടുത്തതായിട്ട് ആറ്റം മോഡൽ കൊണ്ടുവന്നത് റൂദർഫോർഡ് ആണ്. റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ പ്ലാനറ്ററി മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം എന്നും അറിയപ്പെടുന്നു. അപ്പൊ റൂദർഫോർഡ് ആ ഒരു ആറ്റം മോഡൽ കൊണ്ടുവന്നത് ഒരു എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതാണ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ദെൻ അടുത്തതായിട്ട് ബോർ മോഡൽ ഓഫ് ആറ്റം ആണ്. അപ്പൊ ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ മെയിൻ ആയിട്ട് 3 പോസ്റ്റുലേറ്റുകളാണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ബോർ മോഡലിന്റെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണ് നമ്മള് റൂദർഫോർഡിന്റെ ആറ്റം മോഡലിൽ പറഞ്ഞിരുന്നു ഓൾറെഡി. എന്താണ്? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഒരു സർക്കുലർ ഓർബിറ്റിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ ഇവിടെ ബോർ പറഞ്ഞത് എന്താണ്? ഈ ഇലക്ട്രോണ് ഓർബിറ്റിലാണ് ഉള്ളത്. ആ ഓർബിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേബിൾ ഓർബിറ്റ് ആണ്. ഓക്കെ, ഓർബിറ്റ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ഓർബിറ്റ്സ് ആണ്, വിതൗട്ട് എമിഷൻ ഓഫ് റേഡിയന്റ് എനർജി. അതായത് എന്ത് ചെയ്യുന്നില്ല, അവിടെ എനർജി ഒന്നും റേഡിയേറ്റ് ചെയ്ത് പോകുന്നില്ല. ഓക്കെ, അതായത് റൂദർഫോർഡിന്റെ ലിമിറ്റേഷൻസിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? റൂദർഫോർഡ് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിനെ കുറിച്ച് പറയുന്നില്ല, അല്ലെങ്കിൽ അതിലെ എനർജി എന്ത് ചെയ്തും റേഡിയേറ്റ് ചെയ്ത് പോയിട്ട് എനർജി ലോസ് ആയിട്ട് എന്ത് ചെയ്യും? ഓർബിറ്റിലെ ഇലക്ട്രോണ് ഒരു ഹെലിക്കൽ പാത്തിൽ അല്ലെങ്കിൽ സ്പൈറൽ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ ഒരു ന്യൂക്ലിയസിൽ വന്ന് ഫാൾ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ അതിനെ, ആ ഒരു ലിമിറ്റേഷനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോർ കൊണ്ടുവന്ന ആദ്യത്തെ പോസ്റ്റുലേറ്റ് ആണ് എന്ത്? ഇങ്ങനെ ഇലക്ട്രോണ് ഓർബിറ്റിൽ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, വിത്തൗട്ട് ദ എമിഷൻ ഓഫ് റേഡിയന്റ് എനർജി എന്നാ പറയുന്നത്. അതായത് എനർജി എമിഷൻ നടക്കുന്നില്ല. അത് മാത്രമല്ല, എന്താണ്? ഓർബിറ്റ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള ഓർബിറ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ ഈ ഒരു ആറ്റത്തിന്റെ സ്റ്റേറ്റിനെ, അതായത് ആറ്റം എന്താണ്? ഈച്ച് ആറ്റം ഹാസ് certain definite stable state. ഓരോ ആറ്റത്തിനും ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ ഈച്ച് പോസിബിൾ സ്റ്റേറ്റ് ഹാസ് ഡെഫിനിറ്റ് ടോട്ടൽ എനർജി. ഓരോ സ്റ്റേറ്റിനും ഒരു ടോട്ടൽ എനർജിയും ഉണ്ടായിരിക്കും. ഈ ഒരു ആറ്റത്തിന്റെ സ്റ്റേറ്റിനെയാണ് സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്, ബോറിന്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്താ പറയുന്നത്? അതായത് ഇലക്ട്രോൺസ് ഒരു ഓർബിറ്റിൽ, സ്റ്റേബിൾ ഓർബിറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഏതൊക്കെയാണ് ആ സ്റ്റേബിൾ ഓർബിറ്റ്? ഓക്കെ, അതാണ് സെക്കൻഡ് പോസ്റ്റുലേറ്റിൽ പറയുന്നത്. അതായത് സ്റ്റേബിൾ ഓർബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? ദ ഓർബിറ്റ്സ് ഫോർ വിച്ച് ആംഗുലാർ മൊമെന്റം ഇസ് സം ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഓക്കെ, ഓർബിറ്റ്സ് ഫോർ വിച്ച് ദ ആംഗുലാർ മൊമെന്റം ഇസ് സം ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. അതായത് L=nh/2π എന്നുള്ള ഓർബിറ്റിലാണ് എന്തുള്ളത്? ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിജേഴ്സ് 1, 2, 3 എന്നുള്ള വാല്യൂസ് നമ്മൾ കൊടുക്കും. h/2π എന്ന വാല്യൂവിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടാണ് ആംഗുലാർ മൊമെന്റം വരിക. ഓക്കെ, ആ ആംഗുലാർ മൊമെന്റം ഉള്ള nh/2π എന്ന മൾട്ടിപ്പിൾ വരുന്ന ആംഗുലാർ മൊമെന്റം ഉള്ള ഓർബിറ്റിലാണ് ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, തേർഡ് പോസ്റ്റുലേറ്റിലേക്ക് വരുന്ന സമയത്ത്, തേർഡ് പോസ്റ്റുലേറ്റിൽ പറയുന്നത് എന്താണ്? ഇലക്ട്രോൺസ് ഒരു ഹയർ എനർജി ലെവലിൽ നിന്ന്, ഓക്കെ, ഇലക്ട്രോൺസ് ഹയർ എനർജി പ്രസിഫൈഡ് നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റ് എന്നത്തെ ലോവർ എനർജി. അതായത് ഇലക്ട്രോൺസ് ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ ഫോം ഓഫ് എനർജി ആണ് അല്ലെ? എനർജി അല്ലെങ്കിൽ ഫോട്ടോൺ എമിറ്റ് ചെയ്യും. ഓക്കെ, അതാണ് തേർഡ് പോസ്റ്റുലേറ്റ് പറയുന്നത്. ഓക്കെ, അപ്പൊ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോണിന്റെ എനർജിയാണ് hν എന്ന് പറയുന്നത്. ഓക്കെ, hν ഈക്വൽ ടു എങ്ങനെ നമുക്ക് കിട്ടും? EI മൈനസ് EF. അവിടെ EI എന്ന് പറയുന്നത് ഏത് ഹയർ സ്റ്റേറ്റിൽ നിന്നാണോ ഇലക്ട്രോണ് ജമ്പ് ചെയ്തത് അല്ലെങ്കിൽ ട്രാൻസിറ്റ് ചെയ്തത്, ആ ഒരു ഓർബിറ്റിന്റെ എനർജിയാണ് EI എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ EF എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലേക്കാണോ, ഏത് ലോവർ എനർജി സ്റ്റേറ്റിലേക്കാണോ ഇലക്ട്രോണ് ജമ്പ് ചെയ്തത്, ആ ലോവർ എനർജി സ്റ്റേറ്റിന്റെ എനർജിയാണ് EF എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ബോർ മോഡൽ ഓഫ് ആറ്റത്തിന്റെ 3 പോസ്റ്റുലേറ്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് ഈ പോസ്റ്റുലേറ്റ്.
പഠിച്ചു വെക്കാം കേട്ടോ. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു എന്താ L ഈക്വൽ ടു NH/2π എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആംഗുലാർ മൊമെന്റ് ആണ്. അപ്പൊ ആംഗുലാർ മൊമെന്റ് നമ്മൾ കാണാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? ആംഗുലാർ മൊമെന്റം ഈസ് ഈക്വൽ ടു mvr ആണ്. നോർമലി ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ mvr ആണ്. ബട്ട് ഇവിടെ എന്താണ് പറയുന്നത്? mvr എന്താണ്? NH/2π ആണ്. ഓക്കെ, h/2πയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? NH/2π ഈക്വൽ ടു mvr എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റേഡിയസ് അതുപോലെ വെലോസിറ്റിക്കൊക്കെ ഉള്ള ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും അല്ലെ. അതൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഓർബിറ്റിന്റെ വെലോസിറ്റിയും ഇലക്ട്രോണിന്റെ വെലോസിറ്റിയും അതുപോലെ ഓർബിറ്റിന്റെ റേഡിയസ് ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഡെറിവേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ഒരു ഡെറിവേഷൻ ഇതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എക്സാമിന് ചോദിക്കില്ല, അതൊക്കെ സിലബസിന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ബട്ട് എന്തായാലും ഈ ഒരു എനർജിയുടെ ഈ ഒരു റേഡിയസിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കാം. ഓക്കെ, അതിൽ കുറച്ച് ടേംസ് മിസ്സിംഗ് ആണ്. അപ്പൊ റേഡിയസ് ഞാനിവിടെ ഒന്ന് എഴുതി കാണിക്കാട്ടോ. അതായത് റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് റേഡിയസ് ആണ്? നമ്മുടെ ഓർബിറ്റിന്റെ ബോർ മോഡൽ ഓഫ് ആറ്റത്തിലെ ഓർബിറ്റിന്റെ റേഡിയസ് ആണ് പറയുന്നത്. ഓക്കെ, റേഡിയസ് r ഇസ് ഈക്വൽ ടു എന്ത് വരും? റേഡിയസ് r ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 h സ്ക്വയർ ഇൻറ്റു n സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ m e സ്ക്വയർ. ഓക്കെ, ഇവിടെ എന്ത് വരും? എപ്സിലോൺ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് സ്പേസ്, ദെൻ h സ്ക്വയർ എന്ന് പറഞ്ഞാൽ h എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, n എന്ന് പറഞ്ഞാൽ ഓർബിറ്റിന്റെ നമ്പർ ആണ്. അതായത് n ഈക്വൽ ടു 1 ആവുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ് കിട്ടും. ഇത് r ആണ് കേട്ടോ. ഓക്കെ, ഇത് r ആണേ. r ദെൻ h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, n ഏത് ഓർബിറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഓർബിറ്റിന്റെ എണ്ണാണ് n എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓർബിറ്റ് ആവുമ്പോൾ n ഈക്വൽ ടു 1 വരും. അപ്പൊ ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ് ആയിരിക്കും നമുക്ക് കിട്ടാം. ദെൻ m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ഓഫ് ഇലക്ട്രോൺ, അതുപോലെ e എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, ദെൻ n നമ്മൾ പറയുക എന്താണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നാണ് പറയുക കേട്ടോ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഓക്കെ, പിന്നെ അതാണ് ഓർബിറ്റിന്റെ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, അതിന്റെ ഡെറിവേഷനും കാര്യങ്ങളൊന്നും ചോദിക്കില്ല. ദെൻ നെക്സ്റ്റ് ബോർ റേഡിയസ്. ഓക്കെ, ബോർ റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n ഈക്വൽ ടു 1, അതായത് n ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫസ്റ്റ് ഓർബിറ്റ് ആണ് അല്ലെ. ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസിനെയാണ് നമ്മൾ എന്ത് പറയാ? ബോർ റേഡിയസ് എന്ന് പറയാം. ഓക്കെ, ബോർ റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ബോർ റേഡിയസ് കാണാം? അതായത് ബോർ റേഡിയസിനെ നമ്മൾ A0 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ബോർ റേഡിയസിനെ A0 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ R0 ഇസ് ഈക്വൽ ടു എന്താണ്? എപ്സിലോൺ 0 h സ്ക്വയർ ബൈ എന്ത് വരും? പൈ m e സ്ക്വയർ ഇൻറ്റു n സ്ക്വയർ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മുടെ ബോർ റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? n ഈക്വൽ ടു 1 ആവുമ്പോഴുള്ള റേഡിയസ് ആണ്. ഓക്കെ, അതായത് ഏറ്റവും ചെറിയ ഓർബിറ്റ്, ഓക്കെ, ഏറ്റവും ലോവർ ആയിട്ടുള്ള ഓർബിറ്റിന്റെ റേഡിയസ് ആണ് ബോർ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ n എന്ത് വരും? n എന്ന് പറയുന്നത് 1 വരും. അപ്പൊ 1 സ്ക്വയർ ഈക്വൽ ടു 1 തന്നെ വരും അല്ലെ. അപ്പോ ഏറ്റവും ലോവർ ഓർബിറ്റിന്റെ അല്ലെങ്കിൽ ബോർ റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n ഈക്വൽ ടു 1 ആവുമ്പോഴുള്ള റേഡിയസ് എന്താണ്? ഏതാണ് വരുന്നത്? ഈ ഒരു റേഡിയസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്? എപ്സിലോൺ 0 h പൈ m e ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ് അല്ലെ, കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. അപ്പൊ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ബോർ റേഡിയസിന്റെ വാല്യൂ കിട്ടും. വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 5.29 into 10⁻⁻11 മീറ്റർ. ഓക്കെ,
ഇതാണ് എന്ത് ബോർ റേഡിയസ് എന്ന് പറയുന്നത്. ബോർ റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ന്യൂക്ലിയസ്, അതിന്റെ ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റ് ഇല്ലേ, ഇതുപോലെ ഉള്ള ഓർബിറ്റിലെ ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ് ആണ് എന്ത് ബോർ റേഡിയസ് A0 എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ വാല്യൂ 5.29 × 10⁻⁻11 മീറ്റർ. ഓക്കെ, ഇതിൽ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു A0 എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും 5.29 × 10⁻11 മീറ്റർ ആണ് ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു. ഓക്കെ, -11 മീറ്റർ എന്ന് പറഞ്ഞു. ഇതിപ്പോ ഫസ്റ്റ് ഓർബിറ്റിന്റെ ആണ്. ദെൻ n = 2 ആവുന്ന സമയത്ത് റേഡിയസ് എന്ത് വരും? റേഡിയസ് r is equal to ഈ ഒരു വാല്യൂ അല്ലെ, അതായത് ε0 h²/πme². ഇത് എന്താണ് ഫസ്റ്റ് ഓർബിറ്റിനും സെക്കൻഡ് ഓർബിറ്റിനും ഒക്കെ സെയിം ആണ്. ഇതിലൂടെ അഡീഷണൽ ആയിട്ട് എന്ത് വരുന്നേ ഉള്ളൂ n², അതായത് സെക്കൻഡ് ഓർബിറ്റ് ആയതുകൊണ്ട് 2² അഡീഷണൽ ആയിട്ട് വരും. ഓക്കെ, ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഓൾറെഡി എന്താണ് ഈ വാല്യൂ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? A0യുടെ വാല്യൂ, ബോർ റേഡിയസിന്റെ വാല്യൂ × 4 അല്ലെ, 2² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4. ഓക്കെ, അപ്പോ രണ്ടാമത്തെ ഓർബിറ്റിന്റെ റേഡിയസ് R2 എന്ന് പറയുന്നത് എന്താണ് 4 × A0 ആണ്. ഓക്കെ, അപ്പൊ അടുത്തത് തേർഡ് ഓർബിറ്റിന്റേത് n = 3 ആവുമ്പോ എന്ത് വരും? n = 3 ആവുമ്പോ R3, തേർഡ് ഓർബിറ്റിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഈ സെയിം വാല്യൂ തന്നെ വരും, × 3² വരും അല്ലെ, അപ്പൊ 9 × A0 വരും. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഓർബിറ്റിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച്, അതായത് n = 1, 2, 3 etc. ഇങ്ങനെ പോകുന്ന സമയത്ത് റേഡിയസ് എന്ന് പറയുന്നത് 1 ആവുമ്പോ എന്താണ് A0 ആണ്, 2 ആവുമ്പോ 4A0 ആണ് വരിക, n² 4 വരും. ദെൻ 3 ആവുമ്പോ 9A0 ആണ് വരിക. അങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. അപ്പൊ ഇവിടെ A0 എന്ന് പറയുമ്പോൾ ഇവിടെ 1² × A0 ആണ്, ഇവിടെ 2² × A0 ആണ്, ഇവിടെ 3² × A0 ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് മൊത്തത്തിൽ എന്ത് പറയാം? ഇവിടെ റേഡിയസ് അല്ലെങ്കിൽ ബോർ മോഡൽ ഓഫ് ആറ്റത്തില് ഓർബിറ്റിന്റെ റേഡിയസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:4:9 etc. അതായത് നെക്സ്റ്റ് അടുത്ത് എന്ത് വരും? 16 വരും അല്ലെ. അങ്ങനെ ഓരോ ഇൻഡിജേഴ്സിന്റെ സ്ക്വയർ ആയിട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് പറയാം. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ ജനറൽ ആയിട്ട് നമുക്ക് ഇതിനൊരു ഇക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ nth നമ്പർ ഓഫ് ഓർബിറ്റ്, അതായത് ഓർബിറ്റിന്റെ നമ്പർ ആണ് n. ഓക്കെ, അതിന് നമുക്ക് 1, 2, 3 etc. ഏത് നമ്പറും കൊടുക്കാം. n = 1, 2, 3 ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ Rn = നമുക്ക് എങ്ങനെ എഴുതാം? n² × A0 എന്ന് വരും അല്ലെ. അത് അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? A0 n² എന്ന് എഴുതാം. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അതായത് Rn = A0 n². ഇവിടെ Rn എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഓർബിറ്റിന്റെ റേഡിയസ് ആണോ കാണേണ്ടത് ആ ഓർബിറ്റിന്റെ റേഡിയസിനെയാണ് Rn എന്ന് പറയുന്നത്. A0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ് ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5.29 × 10⁻⁻11 മീറ്റർ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് n² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെയിം നമ്മൾ എത്രാമത്തെ ഓർബിറ്റ് ആണ് എടുക്കുന്നത് ആ ഓർബിറ്റിന്റെ എണ്ണം, അതിന്റെ സ്ക്വയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവാട്ടോ. ദെൻ നെക്സ്റ്റ് പറയുന്നത് എനർജി ആണ് കേട്ടോ. അതായത് ഓരോ സ്റ്റേറ്റിനും, ഓക്കെ, നമ്മളിപ്പോ ഓരോ ഓർബിറ്റ് എന്ന് പറഞ്ഞു, n = 1, n = 2 എന്ന് പറഞ്ഞിട്ട് ഓരോ ഓർബിറ്റ് പറഞ്ഞു അല്ലെ. അപ്പൊ ഓരോ ഓർബിറ്റിനും എന്താണ് ഓരോ എനർജി ഉണ്ട്. ഓക്കെ, അപ്പൊ ആ എനർജി കാണാനുള്ള ഇത് ഹൈഡ്രജന്റെ കേസിലാണ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണും ഈ ഒരു ബോർ മോഡൽ ഓഫ് ആറ്റം, അതിന്റെ ഒരു ഡ്രോബാക്ക് തന്നെ വരുന്നത് അതാണ്. കാരണം ബോർ മോഡൽ ഓഫ് ആറ്റത്തില് മിക്ക കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസ് വെച്ചിട്ടാണ്. ഓക്കെ, ബാക്കിയുള്ള ആറ്റംസിന്, അതായത് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 പാർട്ടിക്കിൾ അല്ലേ, ഓക്കെ, 1 പ്രോട്ടോൺ ഉള്ള
മോണോ ആറ്റോമിക് മോണോ ആയിട്ടുള്ള ഒരു മോണോ ആറ്റമാണ് എന്ത് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ പോലുള്ള ആറ്റത്തെ കുറിച്ചാണ് ഈ ഒരു ബോർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ദെൻ ഹൈഡ്രജനെ കുറിച്ച് ആണ് ഹൈഡ്രജന്റെ കേസിലുള്ള ഓർബിറ്റിന്റെ എനർജിയാണ് ബോർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് എന്ത് En is equal to 13.6 by n square electron volt എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? n എന്ന് പറയുന്നത് ഓർബിറ്റിന്റെ നമ്പർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓർബിറ്റിന്റെ എനർജി ആണ് കാണേണ്ടതെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? n ഈക്വൽ ടു 1 എന്ന് കൊടുക്കും. അതായത് 1 സ്ക്വയർ എന്ന് വരുമ്പോൾ ഇവിടെ ഈ n അല്ലെങ്കിൽ E1 ഫസ്റ്റ് ഓർബിറ്റിന്റെ എനർജി എന്താണ്? 13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഹൈഡ്രജന്റെ ഫസ്റ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ എനർജി എന്ന് പറയുന്നത് -13.6 ആണ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ് എങ്ങനെ വരും? -13.6 by 2 സ്ക്വയർ അല്ലെങ്കിൽ by 4 എന്ന് വരും. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഓർബിറ്റിന്റെ എനർജി കാണുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ആ ഇക്വേഷൻ മാത്രം ഓർത്തു വെച്ചാൽ മതിയാവും, അതിന്റെ ഡെറിവേഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. പ്രോബ്ലംസ് നമുക്ക് ലാസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് എനർജി ലെവലിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഫിഗർ കാണാം. അപ്പൊ അതെന്താണ് ആ ഫിഗർ സ്പെസിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഫിഗർ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദ എനർജി ലെവൽ ഡയഗ്രാം ഫോർ ദ ഹൈഡ്രജൻ ആറ്റം. അതായത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി ലെവൽ ഡയഗ്രാം ആണ്. എന്താണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇലക്ട്രോൺ ഇൻ എ ഹൈഡ്രജൻ ആറ്റം അറ്റ് റൂം ടെമ്പറേച്ചർ സ്പെൻഡ് മോസ്റ്റ് ഓഫ് ഹിസ് ടൈം ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഇവിടെ തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. To ionize a hydrogen atom, an electron from the ground state, 13.6 electron volt of energy must be supplied. ഓക്കെ, അതായത് ഇവിടെ പറയുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യമാണ് എന്താ, ഹൈഡ്രജൻ നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയിട്ടുള്ളത് ഹൈഡ്രജന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള എനർജി എന്ന് പറയുന്നത് എത്രയാണ്? -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ് അല്ലെ? ഓക്കെ, അതായത് ഹൈഡ്രജനിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ റൂം ടെമ്പറേച്ചറിലായിരിക്കുന്ന സമയത്ത് ഇലക്ട്രോൺ എവിടെയാണുള്ളത്? ദ ഇലക്ട്രോൺ ഇൻ ദ ഹൈഡ്രജൻ ആറ്റം സ്പെൻഡ് ദ ടൈം ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ, ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. എവിടെ ആകുമ്പോ? റൂം ടെമ്പറേച്ചറിലാകുമ്പോൾ. ഓക്കെ, ദെൻ ഈ ഒരു ഇലക്ട്രോണിനെ നമുക്ക് ഇവിടുന്ന് മാറ്റണമെങ്കിൽ, ഈ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു എനർജിയാണ് ആ ഇലക്ട്രോണിനുള്ളത് അല്ലെ? ഈ ഒരു സ്റ്റേറ്റിന്റെ എനർജി ഇതാണ്. അപ്പൊ അത്രയും എനർജി അവിടെ കൊടുത്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവിടുത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ഹൈഡ്രജനെ അയണൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഹൈഡ്രജൻ അയണൈസ് ചെയ്യാൻ മീൻസ് എന്താ ഉദ്ദേശിച്ചത്? അവിടുത്തെ ഇലക്ട്രോണിനെ അവിടുന്ന് ടേക്ക് ചെയ്യാം, എടുക്കാം. ഓക്കെ, ആ ഇലക്ട്രോണിനെ അവിടുന്ന് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും എനർജി അവിടെ സപ്ലൈ ചെയ്യണം. ഓക്കെ, ദെൻ ഈ ഒരു എനർജിയെ പറയുന്ന പേരാണ് എന്ത്? അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, മിനിമം എനർജി റിക്വയർഡ് ടു ഫ്രീ ദ ഇലക്ട്രോൺ ഫ്രം ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഇലക്ട്രോണിനെ ടേക്കപ്പ് ചെയ്യാനുള്ള എനർജിയാണ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റൂം ടെമ്പറേച്ചറിലാവുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് എവിടെയായിരിക്കും? ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, ഈ ഹൈഡ്രജൻ ആറ്റത്തിന്, ഓക്കെ, ഹൈഡ്രജൻ ആറ്റം ഇപ്പോൾ റൂം സ്റ്റേറ്റിലാണുള്ളത് അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലാണുള്ളത്. അപ്പൊ റൂം ടെമ്പറേച്ചറിലുള്ളപ്പം ഹൈഡ്രജനിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോൺ ഇങ്ങനെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുക കേട്ടോ. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്താണ് ഹൈഡ്രജൻ എന്ത് കിട്ടി? ഹൈഡ്രജൻ റിസീവ്സ് എനർജി ബൈ പ്രോസസ് സച്ച് ആസ് ഇലക്ട്രോൺ കൊളിഷൻസ്. അതായത് ഇലക്ട്രോൺ കൊളിഷൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആറ്റത്തെ പോയി ചെന്ന് ബോംബാർഡ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രവർത്തനം വഴി ഹൈഡ്രജന് കുറച്ച് എനർജി കിട്ടുകയാണ്. ഓക്കെ, ഹൈഡ്രജനിൽ ഓൾറെഡി ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഈ എനർജി ഉണ്ട്. പിന്നെ ഇത് കൂടാതെ ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് എന്ത് ചെയ്തു? പുറത്തുനിന്ന് കുറച്ച് എനർജി കിട്ടി. എനർജി കിട്ടുമ്പോൾ എന്തായാലും എന്തായി? ഈ ഇലക്ട്രോൺ ഈ ഒരു എനർജിയിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഈ ഇലക്ട്രോണിന് കുറച്ച് എനർജി കിട്ടിയാൽ ഇവിടുന്ന് എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺ ജമ്പ് ചെയ്യാൻ തുടങ്ങും അല്ലെ? അപ്പൊ ഇലക്ട്രോൺ കൊളിഷനിലൂടെ ഹൈഡ്രജൻ ആറ്റത്തിന് എനർജി റിസീവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ദ ആറ്റം മേ അക്വയർ സഫിഷ്യന്റ് എനർജി ടു റൈസ് ദ ഇലക്ട്രോൺ ടു ഹയർ എനർജി സ്റ്റേറ്റ്. അതായത് ഈ ആറ്റത്തിന്റെ എനർജി കൂടി. ഓക്കെ, ഇലക്ട്രോൺ കൊളിഷനിലൂടെ ആറ്റം കുറച്ച് എനർജി അച്ചീവ് ചെയ്യാണ്. അപ്പൊ ആറ്റത്തിന്റെ എനർജി കൂടുമ്പോൾ ആറ്റത്തിന് എന്ത് ചെയ്യും? ഈ ഒരു ഇലക്ട്രോണിനെ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഹയർ സ്റ്റേറ്റിലേക്ക് ട്രാൻസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഹയർ സ്റ്റേറ്റിലേക്ക് റൈസ് ചെയ്യാൻ വേണ്ട എനർജി കിട്ടും. ഓക്കെ, ദ ആറ്റം ഈസ് ദെൻ സെഡ് ടു ബി ആൻ എക്സൈറ്റഡ് സ്റ്റേറ്റ്. അങ്ങനെ ഈ ഒരു ആറ്റം ഈ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഒരു ആറ്റം ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എനർജി അച്ചീവ് ചെയ്തിട്ട് മുകളിലേക്ക് റൈസ് ചെയ്തിട്ട് ഈ n = 2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓർബിറ്റ്. ഓക്കെ, ഇത് സെക്കൻഡ് ഓർബിറ്റ്. ദെൻ n = 3 തേർഡ്
ഫോർത്ത്, ഫിഫ്ത്ത്, അങ്ങനെ ഇതിന് മുകളിൽ കുറെ എക്സൈറ്റഡ് സ്റ്റേറ്റുകൾ ഉണ്ടാവും. അങ്ങനെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഇലക്ട്രോൺ എനർജി അച്ചീവ് ചെയ്തിട്ട് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തിട്ട് മുകളിലേക്ക് പോകുന്ന സമയത്ത് എവിടെയാണ് എത്തുന്നത്? എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ് എത്തുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ആറ്റം, ഈ ഇലക്ട്രോൺ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് പറയാം? ഈ ആറ്റം എന്താണ്? എക്സൈറ്റഡ് സ്റ്റേറ്റിലാണെന്ന് പറയാം. ഓക്കെ, എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള n=2ന്റെ ചാർജ് എന്ന് പറയുന്നത്, സോറി, എനർജി എന്ന് പറയുന്നത് -3.40 ആണ്. അതുപോലെ 3യുടെയും 4ന്റെയും 5ന്റെയും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. -1.5 0.85. വേണമെങ്കിൽ ഈ വാല്യൂസ് കാണാതെ പഠിക്കാം. പ്രോബ്ലംസിലൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പം ക്വസ്റ്റ്യൻസിൽ തരാനും മതി. ഓക്കെ, എന്തായാലും പഠിച്ചോളൂ, പഠിക്കുന്നത് നല്ലതാണല്ലോ. ദെൻ ഇപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഇതിൽ നമുക്ക് എന്ത് കാണാം? ഈ ഇലക്ട്രോണിന് എത്ര എനർജി കിട്ടിയാലാണ് ഇലക്ട്രോൺ ഈ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെ കാണാം? അതായത് ഈ ഒരു സ്റ്റേറ്റ്, അതായത് ഹയർ വാല്യൂ ആണ് അല്ലെ, അതായത് ഏറ്റവും കുറഞ്ഞ വാല്യൂ ഉണ്ടാവുക ഗ്രൗണ്ട് സ്റ്റേറ്റിനാണ്, ഏറ്റവും കുറഞ്ഞ എനർജി ഉണ്ടാവുക ഗ്രൗണ്ട് സ്റ്റേറ്റിനാണ്, -13.6. മുകളിലേക്ക് പോകും തോറും, അതായത് സ്റ്റേറ്റ്, എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ നമ്പർ, ഈ എന്നിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതോറും എന്ത് ചെയ്യും? ഈ എനർജി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർബിറ്റൽ എനർജി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓർബിറ്റൽ എനർജി മീൻസ് ആ സ്റ്റേറ്റിന്റെ എനർജി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് n=1 നിന്ന് n=2ലേക്കാണ് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ എത്ര എനർജി വേണമെന്ന് പറഞ്ഞു അല്ലെ? ഇങ്ങനെ ജമ്പ് ചെയ്യണമെങ്കിൽ എത്ര എനർജി കിട്ടിയാലാണ് ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ജമ്പ് ചെയ്യുക? അത് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇത് ഈ വാല്യൂ ആണ് ഇതിന്റെ എനർജി. ഓക്കെ, ഈ n=2 എന്ന സ്റ്റേറ്റിന്റെ എനർജി ഇതാണ്. ദെൻ n=1ന്റെ എനർജി ഇതാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ മതി. ഓക്കെ, ഇതാണ് ഏറ്റവും വലിയ വാല്യൂ, അതായത് ഹയർ വാല്യൂ ഓഫ് എനർജി എന്ന് പറയുന്നത് -3.40 ആണ്. അതിൽ നിന്ന് ഈ ഒരു ലോവർ വാല്യൂ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കിട്ടും. അത് എത്രയാണ് കിട്ടുന്നത്? 10.2 ആണ്. ഓക്കെ, 10.2 ഇലക്ട്രോൺ വോൾട്ട് ഇവിടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഒരു ആറ്റത്തിന് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ആറ്റത്തിന്, അല്ല സോറി, ഇലക്ട്രോണിന് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ജമ്പ് ചെയ്തിട്ട് ഇവിടെ മുകളിലെ സ്റ്റേറ്റിൽ എത്തിച്ചേരും. ഓക്കെ, ദെൻ ഇതാണ് ഇതിന്റെ എനർജി ലെവലിനെ കുറിച്ച് പറയാനുള്ളത്. Then the line spectra of the hydrogen atom. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ലൈൻ സ്പെക്ട്രത്തെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ഇതിന്റെ ഈ വാല്യൂസും അല്ലെങ്കിൽ ഈ ഇക്വേഷൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കൺസെപ്റ്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കേസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഹൈഡ്രജന്റെ കേസിലുള്ള കുറച്ചു സീരീസ്. ഓക്കെ, ലൈൻ സീരീസ് ആണ് കൊടുത്തിട്ടുള്ളത്. ലൈൻ സ്പെക്ട്ര ഒറിജിനേറ്റ് ഇൻ ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ എനർജി ലെവൽസ്. അതായത് ഹൈഡ്രജന്റെ എനർജി ലെവൽസ് തമ്മിൽ ഇലക്ട്രോൺസ് ട്രാൻസിഷൻ നടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് സ്പെക്ട്രം കിട്ടും. ഓക്കെ, ആ ഒരു സ്പെക്ട്രത്തിന്റെ പേര്, അതുപോലെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അധികമൊന്നുമില്ല, ചെറിയൊരു കാര്യം, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലെ. അപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ഇതിന്റെ മുകളിൽ നിന്നുള്ള ഹയർ സ്റ്റേറ്റ്, അതായത് n=2, n=3, n=4, 5 എക്സെട്ര, അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യും? ലൈൻസ്, സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടാവും. ഓക്കെ, അവിടെ നിന്നൊക്കെ ഇലക്ട്രോൺസ് ട്രാൻസിഷൻ നടക്കും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു സീരീസ് ഓഫ് ലൈൻസ് കിട്ടും. അങ്ങനെ n=1 എന്ന ഗ്രൗണ്ട് സ്റ്റേറ്റിൽ വരുന്ന സീരീസിനെ പറയുന്ന പേരാണ് എന്ത്? ലൈമാൻ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, ലൈമാൻ സീരീസ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ അത് n=1 ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ. അതുപോലെ n=2ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സീരീസ് ആണ് ബാൽമർ സീരീസ്. അപ്പോൾ ബാൽമർ സീരീസ് വരുമ്പോൾ ബാൽമർ സീരീസിൽ എന്താണ്? n=2ലേക്കാണ് ട്രാൻസിഷൻ നടക്കുന്നത്. ഫ്രം n=3, 4, 5, 6 എന്നൊക്കെ വരും. ഓക്കെ, ദെൻ n=3 ആവുന്ന സമയത്ത് ലൈൻ സീരീസിന്റെ പേരാണ്, സ്പെക്ട്രൽ ലൈൻസിന്റെ സീരീസിന്റെ പേരാണ് പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്. ദെൻ നെക്സ്റ്റ് ഫണ്ട് സീരീസ്. ഫണ്ട് അതുകൂടെ ഉണ്ട് കേട്ടോ.
fund, PFUND, fund series. Okay, n equal to 1, n equal to 3, n equal to 2, 3, ഇത് 4, ഇത് 5. ഓക്കെ, അപ്പൊ ജസ്റ്റ് ആ ഒരു കാര്യങ്ങൾ മാത്രമേ അവിടെ പറയുന്നുള്ളൂ. then അതിന്റെ മുകളിലൊക്കെ അയണൈസ്ഡ് ആറ്റം ആണ് കേട്ടോ. അയണൈസ്ഡ് ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിലേക്ക് പിന്നെ എന്താണ്, ഇവിടെ എനർജി കുറഞ്ഞു കുറഞ്ഞു വരും. ഇപ്പൊ നമ്മള് കഴിഞ്ഞതില് ഞാനത് പറയാൻ വിട്ടുപോയി. അതായത് ഇതിന്റെ മുകളിൽ നോക്ക്, ഇപ്പൊ ഇവിടെ എനർജി കുറഞ്ഞു കുറഞ്ഞു വരും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ കുറഞ്ഞു കുറഞ്ഞു മുകളിൽ എത്തുമ്പോ എന്താവും, ഡിഫറൻസ് സീറോ അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് ചില സ്റ്റേറ്റിന്റെ സീറോ. അപ്പൊ ആ ഒരു സ്റ്റേറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് അൺബൗണ്ടഡ് ആറ്റം അല്ലെങ്കിൽ അയണൈസ്ഡ് സ്റ്റേറ്റ് ഓഫ് ആറ്റം എന്ന് പറയും. ഓക്കെ, അയണൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രോണിനെ എന്ത് ചെയ്തു, ആ ഇലക്ട്രോണിനെ കംപ്ലീറ്റ് ആറ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്തു എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, ദെൻ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷൻ ആണ്, അതായത് ഡി ബ്രോഗ്ലി എക്സ്പ്ലനേഷൻ ഓഫ് ബോർസ് സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഓഫ് ക്വാണ്ടൈസേഷൻ. അതായത് ബോറിന്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല അല്ലെ. അപ്പൊ ബോറിന്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്താ പറഞ്ഞിരുന്നത്, സെക്കൻഡ് പോസ്റ്റുലേറ്റ് അതായത് ഓർബിറ്റ്, ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഓർബിറ്റ് ഏതാണ്, ആ ഓർബിറ്റ് എന്ന് പറയുന്ന എല്ലാ ഓർബിറ്റിലും ഇലക്ട്രോൺസ് ഉണ്ടാവുമോ, ഇല്ല അല്ലെ. അതായത് ഓർബിറ്റ് ആംഗുലാർ മൊമെന്റം എന്താവണം, എന്നിന്റെ ഇന്റഗ്രൽ h/2πയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആവണം. അങ്ങനെയുള്ള ആംഗുലാർ മൊമെന്റം ഉള്ള ഓർബിറ്റിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞിരുന്നു എന്ത്, ആംഗുലാർ മൊമെന്റം കാണാനുള്ള എക്സ്പ്രഷൻ എന്താണ്, MVR. ഓക്കെ, MVR ഈക്വൽ ടു NH/2π ആണെന്ന് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഡി ബ്രോഗിലി എന്ത് ചെയ്തു, ഈ ഒരു ബോറിന്റെ ഈ ഒരു ഇതിനെ നമ്മൾ പറയാ ക്വാണ്ടൈസേഷൻ എന്നാണ് പറയാം. ഓക്കെ, ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന് പറയും. ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അപ്പൊ എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ, ആംഗുലാർ മൊമെന്റം h/2πയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആവണം. ആംഗുലാർ മൊമെന്റം h/2πയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആവണം. അപ്പൊ എന്തിനാണ് അങ്ങനെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആവുന്നത് എന്നുള്ളതിന് ഡി ബ്രോഗ്ലി ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു. അതാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഓക്കെ, ഈ ഒരു പിക്ചർ കണ്ടോ, ഇതെന്താണ്, ഒരു ആറ്റത്തിന് ഡി ബ്രോഗ്ലി പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ ആണ്. അതായത് ഇത് റെപ്രസെന്റ് ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു ആറ്റം ആണ്, ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ആണ് സെന്ററിൽ, ഇതിന്റെ ചുറ്റുള്ള ഒരു ഓർബിറ്റ് ആണിത്. ആ ഓർബിറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു പിക്ചർ കണ്ടിട്ടില്ല അല്ലെ. ഇതുവരെ നമ്മൾ പറഞ്ഞ എന്താണ്, ഓർബിറ്റ് സർക്കുലർ പാത്ത് ആണ്, അതിലൂടെ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നു. അപ്പൊ അത് ആ ഇലക്ട്രോണിന്റെ പാർട്ടിക്കിൾ നേച്ചറാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ മുമ്പുള്ള ഒരു ചാപ്റ്ററിൽ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ നമ്മൾ പറയുന്നുണ്ട് എന്ത്, മാറ്ററിന് രണ്ട് നേച്ചർ ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്, അതുപോലെ വേവ് നേച്ചർ ഉണ്ട്. അപ്പൊ അത് ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ എന്ത് പറയാൻ പറ്റും, ഇവിടുത്തെ ഇലക്ട്രോൺ പാർട്ടിക്കിൾ നേച്ചർ മാത്രമല്ല വേവ് നേച്ചർ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു വേവ് രീതിയിൽ, ഓക്കെ, ഇതാണ് വേവ് രീതിയിലാണ് ഇലക്ട്രോൺ ഇതിൽ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ട്രിങ്ങിനോട്, ഓക്കെ, ഒരു സ്ട്രിങ്ങിനോട് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഡി ബ്രോഗ്ലി പറഞ്ഞത്. അതായത് പാർട്ടിക്കിളിനെ ഇവിടെ ഒരു പാർട്ടിക്കിൾ വേവ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്, ഇലക്ട്രോണിനെ ഒരു പാർട്ടിക്കിൾ വേവ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ട്രിങ്ങിലെ വേവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു സ്ട്രിങ്ങിലെ വേവ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, പാർട്ടിക്കിൾ വേവ്സ് ലീഡ് ടു സ്റ്റാൻഡിങ് വേവ്സ് അണ്ടർ റെസണന്റ് കണ്ടീഷൻ. അതായത് സ്ട്രിങ്ങിൽ എന്ത് ചെയ്യുന്നുണ്ട്, റെസണന്റ് കണ്ടീഷനിൽ സ്റ്റാൻഡിങ് വേവ്സ് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നും ഓർത്ത് വെക്കണ്ട, സിമ്പിൾ ആയിട്ട് ഇത്ര ഓർത്താൽ മതി. പാർട്ടിക്കിളിന് ഡുവൽ നേച്ചർ ഉണ്ട്, അപ്പൊ അവിടെ ഒരു വേവ് നേച്ചർ ഉണ്ടാവും എന്ന് ഡി ബ്രോഗ്ലി പറഞ്ഞു. ദെൻ അതനുസരിച്ച് എന്താണ്, ഇപ്പൊ നമ്മൾ സ്ട്രിങ്ങിന്റെ കേസ് എടുക്കുമ്പോൾ ഒരു സ്ട്രിങ്ങിനെ നമ്മൾ പ്ലക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ എന്താണ്, ഒരുപാട് വേവ്സ് ഉണ്ടാവും അല്ലേ. ദെൻ ആ വേവ്സിനനുസരിച്ച് അവിടെ വേവ് ലെങ്ത് ഉണ്ടാവും. ഓക്കെ, ആ വേവ് ലെങ്ത് ആണ് എന്ത് ഇവിടെ കൊടുത്തിട്ടുള്ള, ഇപ്പൊ കാണിക്കാം, ഇവിടെ കൊടുത്തത് കണ്ടോ, ഈ ഒരു ലാംഡ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഈ ലാംഡ എന്ന് പറയുന്നത് എന്താണ്, വേവ് ലെങ്ത് ആണ്. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയാണ് ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വേവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ
ദെൻ ഇവിടെ ഡി ബ്രോഗ്ലി പറഞ്ഞത് ഇതിലും എന്താണ്, ഇതിനെ ഒരു സ്ട്രിങ്ങുമായിട്ട് അദ്ദേഹം കമ്പയർ ചെയ്തു. അപ്പൊ സ്ട്രിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്റ്റാൻഡിങ് വേവ്സ് ആർ ഫോംഡ് വെൻ ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ വേവ് ഡൗൺ ദ സ്ട്രിങ് ആൻഡ് ബാക്ക് ഓൺ ദ വേവ് ലെങ്ത്. അതായത് സ്ട്രിങ്ങിൽ സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാവും, അതുപോലെ ഇവിടെയും സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡിങ് വേവ്സ് ഫോം ചെയ്തു. വേവ്സ് വിത്ത് അതർ വേവ് ലെങ്ത് ഇന്റർഫിയർ വിത്ത് ദംസെൽസ് വിത്ത് അപ്പോൺ റിഫ്ലക്ഷൻ. ഓക്കെ, അതായത് ഫോർ ആൻ ഇലക്ട്രോൺ മൂവിങ് ഇൻ nth സർക്കുലർ ഓർബിറ്റ്, അതായത് n എന്ന നമ്പർ ഉള്ള ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, n ഈക്വൽ ടു 1, 2, 3 ഏത് ഓർബിറ്റും ആവാം. ഓക്കെ, ആ ഓർബിറ്റിന്റെ റേഡിയസ് Rn ആയിട്ട് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ സർക്കംഫറൻസ്, ഓക്കെ, ഈ ഒരു റേഡിയസ് എന്ന് പറയുന്ന R ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഇലക്ട്രോൺ ഇവിടെ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ്, അതായത് 2πRn വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? 2πRn എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സർക്കംഫറൻസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഒരു ഡി ബ്രോഗ്ലിയുടെ ഹൈപ്പോത്തസിസ് പ്രകാരം ഇതിനെ ഒരു വേവ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ എന്തുണ്ടായിരിക്കും എന്ന് പറഞ്ഞു? നമ്മൾ സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടായിരിക്കും. അപ്പൊ സ്റ്റാൻഡിങ് വേവ്സിൽ എന്തുണ്ട്? വേവ് ലെങ്ത് ഉണ്ട്. ഇപ്പൊ ഇവിടെ നോക്കും, ഇവിടെ 1 വേവ് എന്ന് പറഞ്ഞു അല്ലെ, 1 വേവ് ലാംഡ. ദെൻ ഇതിൽ ഇത്ര വേവ് ഉണ്ട്? ഇവിടെ ഒന്ന് 2, ഇവിടെ ഒന്ന് 3, ഇവിടെ ഒന്ന് 4 അല്ലെ, 4 ലാംഡ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? 4th ഓർബിറ്റ് ആണ്. അതായത് ഏത് ഓർബിറ്റ് ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ ഓർബിറ്റിന്റെ എണ്ണം എത്രയാണോ? ഓക്കെ, ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിൽ n ഈക്വൽ ടു 1 ആണ് അല്ലേ, അത്രയും ലാംഡ അല്ലെങ്കിൽ അത്രയും വേവ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡി ബ്രോഗ്ലിയുടെ ഹൈപ്പോത്തസിസ് അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 2πRn ഈക്വൽ ടു n ലാംഡ എന്ന് എഴുതാം. 2πRn എന്ന് പറഞ്ഞാല് സർക്കിളിന്റെ സർക്കംഫറൻസ്, n ലാംഡ എന്ന് പറയുന്നത് അതിലുള്ള വേവുകളുടെ എണ്ണം അല്ലെങ്കിൽ വേവ് ലെങ്ത്തിന്റെ എണ്ണമാണ്. ഓക്കെ, ലാംഡ എന്ന് പറഞ്ഞാൽ ഒരു വേവ് ലെങ്ത്, n എന്ന് പറഞ്ഞാൽ എത്രയാണ് ഓർബിറ്റിന്റെ നമ്പർ അത്രയും വേവ് ലെങ്ത് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഫിഗറിന് എന്ത് പറയാം? ഇവിടെ 4 ലാംഡ ഉണ്ട് അല്ലെ, 1, ഇവിടെ ഒന്ന് 2, ഇവിടെ ഒന്ന് 3, ഇവിടെ ഒന്ന് 4. അപ്പൊ ഇത് ഏത് ഓർബിറ്റ് ആയിരിക്കും? ഇത് 4th ഓർബിറ്റ് ആണ്, 4th ഓർബിറ്റ് ആണെന്ന് പറയാം. ഓക്കെ, ആ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു അതിന്റെ താഴെ പറയുന്ന ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ഇക്വേഷനും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക്. അതായത് ഇവിടെ എന്താണ്? 2πRn ഈക്വൽ ടു നമ്മൾ n ലാംഡ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതില് നമുക്ക് ലാംഡ ഈക്വൽ ടു h/p എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലാംഡ ഈക്വൽ ടു h/p, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? h/pക്ക് നമുക്ക് mv, മാസിന്റെ വെലോസിറ്റി അല്ലേ മൊമെന്റം എന്ന് പറയുന്നത്, അപ്പൊ നമുക്ക് mv എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു h/mv എന്ന് ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? 2πRn ഈക്വൽ ടു n ലാംഡ, ലാംഡ എന്നുള്ളതിന് പകരം നമ്മൾ h/p, p എന്ന് പറഞ്ഞാല് mv എന്ന് കൊടുത്തു. ഓക്കെ, mv എന്ന് കൊടുത്തു, nh/mv. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആംഗുലാർ മൊമെന്റം എന്ത് എഴുതാൻ പറ്റും? ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം mvr ആണ്. L ഈക്വൽ ടു mvr, ഇവിടെ Rn എന്ന് കൊടുക്കാം കേട്ടോ. Rn എന്ന് പറഞ്ഞാൽ nth ഓർബിറ്റിന്റെ റേഡിയസ്. mvrn ഈക്വൽ ടു എന്ത് വരും? ഈ r ഇവിടെ ഈ mv യെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, പകരം ഈ 2πയുടെ ഇങ്ങോട്ട് താഴോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ, ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. mvrn ഒരുമിച്ച് എഴുതുന്നു, ദെൻ ഇവിടെയുള്ള 2π എന്ത് ചെയ്യും? ഇവിടെ താഴെ വരും അല്ലെ. അപ്പോ അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? nh/2π. അപ്പൊ ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് പഠിച്ചു വെക്കാം. ഓക്കെ, അവസാനമായിട്ട് പറയുന്നത് ബോർ മോഡലിന്റെ ലിമിറ്റേഷൻസ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ബോർ മോഡലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ 3 പോസ്റ്റുലേറ്റ് പറഞ്ഞു. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബോർ റേഡിയസ്, പിന്നെ ഓർബിറ്റലിന്റെ റേഡിയസ് എങ്ങനെയാ കാണുക പറഞ്ഞു. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് എനർജി, ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി ലെവൽസ്, അതുപോലെ ആറ്റോമിക് സ്പെക്ട്രം, എമിഷൻ സ്പെക്ട്രം, അബ്സോർപ്ഷൻ സ്പെക്ട്രം പോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ. ഇനി ബോർ മോഡൽ ഓഫ് ആറ്റത്തിനും എന്തുണ്ട്? ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബോർ മോഡൽ ഈസ് ആപ്ലിക്കബിൾ ടു ഹൈഡ്രോജനിക് ആറ്റംസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹൈഡ്രോജൻ പോലുള്ള ആറ്റംസിൽ മാത്രമേ ബോർ മോഡൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ഹൈഡ്രോജനിൽ എത്ര ഇലക്ട്രോൺ ഉള്ളത്? 1 ഇലക്ട്രോൺ ഉള്ളത്. അപ്പൊ ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺ ഉള്ള
ആറ്റംസിലൊന്നും ഈ ബോറിന്റെ തിയറീസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതെന്താണ് ഒരു ഡ്രോബാക്ക് അല്ലേ? അതും ഒരു ഡ്രോബാക്ക് ആണ്. ദെൻ അടുത്ത ഡ്രോബാക്ക് വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോർമുലേഷൻ ഓഫ് ബോർ മോഡൽ ഇൻവോൾവ്സ് ഇലക്ട്രിക്കൽ ഫോഴ്സ് ബിറ്റ്വീൻ പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ. അത് ആ കാര്യം തന്നെയാണ് പറയുന്നത് കേട്ടോ. ദെൻ സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വൈ ബോർ മോഡൽ ഡയറക്ട്ലി പ്രെഡിക്ട് ദ ഫ്രീക്വൻസി ഓഫ് ദ ലൈറ്റ് എമിറ്റഡ് ബൈ ദി ഹൈഡ്രോജനിക് ആറ്റംസ്. It is unable to explain the relative intensity of frequency. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു ഹൈഡ്രോജനിൽ എന്തുണ്ട്, എമിഷൻ സ്പെക്ട്രം അബ്സോർപ്ഷൻ സ്പെക്ട്രം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ ഈ ഒരു മോഡൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിലേറ്റീവ് ഇന്റൻസിറ്റി ഓഫ് ഫ്രീക്വൻസീസ് ഇൻ ദ സ്പെക്ട്രം, അതായത് ഹൈഡ്രോജന്റെ സ്പെക്ട്രത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെക്ട്രത്തിലെ ഫ്രീക്വൻസീസിന്റെ ഇന്റൻസിറ്റിയെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് ബോർ മോഡലിന്റെ രണ്ട് ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു, ബോർ മോഡൽ ഹൈഡ്രോജനിക് ആറ്റംസിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് വൺ, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്പെക്ട്രത്തിന്റെ ഫ്രീക്വൻസീസിന്റെ ഫ്രീക്വൻസിയുടെ റിലേറ്റീവ് ഇന്റൻസിറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. ഓക്കെ, പിന്നെ സിമ്പിൾ ആണോ? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഇതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കുക, എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. അപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, അതുപോലെ എങ്ങനെ ഇത് കാണുന്നൊക്കെ. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, എ 10 kilogram സാറ്റലൈറ്റ് സർക്കിൾസ് എർത്ത് വൺസ് എവറി 2 hours in an orbit having radius of 8,000 kilometers. Assuming Bohr's angular momentum postulate applies to satellites just as it does to an electron in the hydrogen atom, find the quantum number of the orbit of the satellite. അപ്പൊ നമുക്കത് ഇങ്ങനെയൊക്കെ വായിക്കുന്ന സമയത്ത് ഇത് ഭയങ്കര ടഫ് ആണെന്നൊക്കെ തോന്നും. പക്ഷെ സിമ്പിൾ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഇക്വേഷനിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്യാനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ അപ്രോച്ച് ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഇതിൽ എന്തെല്ലാം തന്നിട്ടുള്ളത് നോക്കാം. ഓക്കെ, എല്ലാം തന്നിട്ടുണ്ട് എന്ന് നോക്കാം. അപ്പൊ ഇതിൽ ഫസ്റ്റ് എന്താ തന്നെ, 10 kilogram സാറ്റലൈറ്റ് അല്ലെ. അപ്പൊ മാസ് തന്നിട്ടുണ്ട്, മാസ് ഈക്വൽ ടു 10 kilogram. Then circles the earth every 2 hours. Okay, എർത്തിനെ സർക്കിൾ ചെയ്യുന്നത്
2 ഹവറിലാണ്. അപ്പൊ ടൈം എന്ന് പറയുന്നത് എന്താണ്? 2 ഹവർ. 2 ഹവർ എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡിലേക്ക് എഴുതാം. ഓക്കെ, കിലോഗ്രാം എന്ന് പറയുന്നത് SI യൂണിറ്റിലാണ്. അപ്പൊ ടൈമും SI യൂണിറ്റിൽ സെക്കൻഡിൽ കൊടുക്കാം. അപ്പൊ ഒരു ഹവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3600 അല്ലെ? അത്രയും സെക്കൻഡ് ആണ്. ദെൻ 2 ഹവർ എന്ന് പറയുമ്പോൾ എത്ര വരും? 7200, ഇത്രയും സെക്കൻഡ്സ് വരും. ഓക്കെ, ഇൻ ആൻ ഓർബിറ്റ് ഹാവിംഗ് റേഡിയസ് ഓഫ് 8000 കിലോമീറ്റർ. അപ്പൊ ഓർബിറ്റിന്റെ റേഡിയസിനെ നമുക്ക് എന്ത് കൊടുക്കാം? RN എന്ന് കൊടുക്കാം അല്ലെ? RN, ഓർബിറ്റിന്റെ റേഡിയസ് എത്രയാണ്? 8000 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ 8000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അതിനെ മീറ്ററിലേക്ക് ആക്കണം. 8000 നമുക്ക് 8 × 10⁻³ എന്ന് എഴുതാം. കിലോമീറ്ററിന്റെ ഒരു 3 വരും. 8 × 10⁻⁶ meter. Then Bohr's angular momentum does to an electron in the hydrogen atom. Find the quantum number of the orbit of the satellite. എന്താ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്? സാറ്റലൈറ്റിന്റെ ഓർബിറ്റിന്റെ ക്വാണ്ടം നമ്പർ, അതായത് എത്രാമത്തെ ഓർബിറ്റ്. സാറ്റലൈറ്റ് എന്താണെന്ന് പറഞ്ഞു? എർത്തിന് ചുറ്റും സർക്കിൾ ചെയ്യാണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ സാറ്റലൈറ്റ് ഇവിടെ എന്ത് ചെയ്യാണ്? സാറ്റലൈറ്റ് ഇവിടെ എർത്തുണ്ട്. ഈ എർത്തിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റലൈറ്റ് സർക്കിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഏത് ഓർബിറ്റിൽ? അപ്പൊ എർത്തിന് ചുറ്റും കുറെ ഓർബിറ്റ് ഉണ്ട്. അപ്പൊ എത്രാമത്തെ ഓർബിറ്റ്? ഈ N = എത്രയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, എത്രാമത്തെ ഓർബിറ്റിലാണ് സാറ്റലൈറ്റ് സർക്കിൾ ചെയ്യുന്നത് എന്നാണ് ആ ഒരു ഓർബിറ്റിന്റെ നമ്പർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്തെല്ലാം തന്നിട്ടുണ്ടെന്ന് നോക്കാം. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇവിടെ RN തന്നിട്ടുണ്ട്, റേഡിയസ്, ഓർബിറ്റിന്റെ റേഡിയസ് അറിയാം. ദെൻ മാസും അറിയാം, ടൈം പീരീഡും അറിയാം. ഓക്കെ, ഇതൊക്കെ അറിയാമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു N കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം എന്ത്? N അതുപോലെ M ഉം RN ഉം വരുന്ന ഇക്വേഷൻ ഏതാണ്? നമ്മുടെ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ആണ് അല്ലെ? ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ. അതായത് നമ്മൾ പറഞ്ഞിരുന്നു, ഞാൻ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എറൈസ് ചെയ്യുന്നുണ്ടേ, അതിൽ കൊടുത്ത വാല്യൂസ് തന്നെയല്ലേ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? L = നമ്മൾ പറഞ്ഞിരുന്നു MVRN ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? h/2π ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇതിൽ h ഉം 2π ഉം ഒക്കെ എന്താണ്? ഇതെല്ലാം കോൺസ്റ്റന്റുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ എന്തറിഞ്ഞാൽ മതി? വെലോസിറ്റി മാത്രം കിട്ടിയാൽ മതി. ഓക്കെ, ഇതിൽ M നമുക്ക് നമ്മളുടെ കയ്യിലുണ്ട്, മാസ് ഉണ്ട്, RN ഉണ്ട്, ഇതുപോലെ N ആണ് നമുക്ക് കാണാനുള്ള. ഇതിന്റെ വാല്യൂസ് നമുക്കറിയാം. ഇതിൽ വെലോസിറ്റി കാണണം. പക്ഷെ ഇതിൽ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് ടൈം പീരീഡ് തന്നിട്ടുണ്ട് അല്ലെ? വെലോസിറ്റിക്ക് പകരം ടൈം പീരീഡ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ടൈം പീരീഡിന് എങ്ങനെ ഈ വെലോസിറ്റി കാണും എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ ടൈമും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി എന്ന് പറയുന്നത് v = എന്താണ്? x/t അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലേ? അപ്പൊ ഇത് സർക്കുലർ പാത്ത് കവർ ചെയ്യുമ്പോൾ എത്ര ഡിസ്റ്റൻസ് ആ മൂവ് ചെയ്യുന്നത്? 2πr അല്ലേ? ആ സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ്, ബൈ ടൈം പീരീഡ് എന്ന് വരും. ഓക്കെ, ടൈം പീരീഡ് t. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വെലോസിറ്റിക്ക് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? N കാണാനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാം ഇതിൽ നിന്ന്. ഓക്കെ, N കാണാനുള്ള ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് N = എന്ത് വരും? 2π ഇവിടെ വരും. ഓക്കെ, 2π MVRN കൂടെ വരും. ദെൻ ഡിവൈഡഡ് ബൈ എന്ത് വരും? h വരും. ഓക്കെ, ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെയാണ് ഇത് എഴുതിയത്? ഇവിടെ നമ്മുടെ N = എന്ന് എഴുതി. അപ്പൊ ഈ 2π ഇങ്ങോട്ട് വരും, 2π MVRN വരും. ഈ N ന്റെ കൂടെയുള്ള h ഇങ്ങോട്ട് താഴോട്ടും വരും. ഓക്കെ, ഈ ഒരു രീതിയിൽ റീഅറേഞ്ച് ചെയ്ത്. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് 2 അറിയാം, ഇതിൽ നമുക്ക് അറിയാത്ത വാല്യൂ വെലോസിറ്റി മാത്രം. അപ്പൊ വെലോസിറ്റിക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു? ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് കൊടുക്കാം. അതായത് ഇതിന് പകരം ഇവിടെ എന്ത് വരും? വെലോസിറ്റിയെ നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് കട്ട് ചെയ്യാണ്. പകരം നമ്മൾ എന്ത് കൊടുത്തു? ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് 2πr/t എന്ന് കൊടുത്തു. അപ്പോ ഇവിടെ എന്താണ്? ഇവിടെ ഒരു 2π ഉണ്ട്, ഇവിടെ ഒരു r ഉണ്ട്, ഇവിടെ ഒരു 2πr ഉണ്ട്. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2πrന്റെ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഈ N എന്ന് പറയുന്നത് ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. ഇതിന്റെ താഴെ വരുന്ന വാല്യൂ ആണ്, ഐ മീൻ ഇത് RN, ഈ N ആണ്, ചെറിയ N ആണ്.
ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ 2π ഈ rനും ദെൻ ഈ 2πr കൂടി സ്ക്വയർ ആക്കിയിട്ട് എഴുതാം. ദെൻ റിമൈനിങ് എന്താ ഉള്ളത്? ഇവിടെ ഒരു m ആണുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനെ ഞാൻ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാണേ. റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ n ഈക്വൽ ടു എന്ത് വരും? 2πr. 2πrന്റെ സ്ക്വയർ വരും. ദെൻ പിന്നെ ഇവിടെ ആരാ റിമൈനിങ് ഉള്ളത്? m. ഇത് ഞാനൊന്ന് മായ്ക്കുന്നുണ്ടേ. ദെൻ റിമൈനിങ് m ഉണ്ട്. ഡിവൈഡഡ് ബൈ എന്ത് വരും? ഡിവൈഡഡ് ബൈ t ക്രോസ് h അല്ലെങ്കിൽ t ഇൻറ്റു h. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? n കാണാനുള്ള ഇക്വേഷൻ കിട്ടി. ഇതിൽ നമുക്ക് എന്താ അറിയാം? റേഡിയസ് അറിയാം, മാസ് അറിയാം, ടൈം പീരീഡും അറിയാം. ദെൻ h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്താണ്? 6.62 ഇൻറ്റു 10⁻⁻34 ജൂൾ അല്ലേ? അപ്പൊ ഈ ഒരു രീതിയിൽ ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, സിമ്പിൾ അല്ലേ? നമ്മൾ ജസ്റ്റ് എന്താണ് പെട്ടെന്ന് നമ്മളിത് കാണുമ്പോൾ ഷോക്ക് ആവും, അയ്യോ ഇതെങ്ങനെ ചെയ്യാന്നൊക്കെ വിചാരിക്കും. അപ്പൊ നമ്മൾ ഒന്ന് സമാധാനമായിട്ട് ഇരുന്ന് ആലോചിച്ച് ഇതിൽ എന്തൊക്കെയാ തന്നിട്ടുള്ളത്, എങ്ങനെ കാണാന്നൊക്കെ ഒന്ന് ട്രിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷുവർ ആയിട്ടും എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് കേട്ടോ. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? The radius of the innermost electron orbit of hydrogen atom is 5.3 into 10⁻⁻11 meter. What are the radii for n equal to 2 and n equal to 3 orbit? അതായത് ഇന്നർമോസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? n equal to 1 അല്ലേ? അതായത് ഫസ്റ്റ് ഓർബിറ്റ് ആണ്. ഹൈഡ്രജന്റെ ഇന്നർമോസ്റ്റ് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർബിറ്റ് n equal to 1 ഓർബിറ്റിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. then n equal to 2 ആവുമ്പോഴും അതുപോലെ n equal to 3 ആവുമ്പോഴുള്ള റേഡിയസ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് n equal to 1 ഫസ്റ്റ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസിന് നമ്മൾ ഒരു പേര് പറഞ്ഞിരുന്നു. ആ പേരാണ് എന്ത്? യെസ്, അതന്നെ, ബോർ മാഗ്നറ്റൺ. സോറി, ബോർ റേഡിയസ്. ബോർ മാഗ്നറ്റൺ അല്ല കേട്ടോ, അത് വേറെ സാധനമാണ്. അതിപ്പോ പഠിക്കാനൊന്നുമില്ല. ദെൻ ബോർ റേഡിയസിനെ നമ്മൾ എന്താ റെപ്രസെന്റ് ചെയ്തിരുന്നത്? A0യുടെ വാല്യൂ ആണ് എന്ത്? 5.3 ഇൻറ്റു അല്ലെങ്കിൽ 5.29 ആണ് എക്സാക്ട്ലി ഇൻറ്റു 10⁻⁻11 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് n equal to 2 സെക്കൻഡ് തേർഡ് അതായത് ഏത് ഓർബിറ്റിന്റെ ചോദിച്ചാലും നമുക്ക് കിട്ടും. എന്താണ് അതിന്റെ ഇക്വേഷൻ? യെസ്, റേഡിയസ് ഓഫ് nth ഓർബിറ്റ് റേഡിയസ് ഓഫ് nth ഓർബിറ്റ് is equal to എന്താണ്? യെസ്, A0 n സ്ക്വയർ. റേഡിയസ് ചോദിച്ചാൽ അപ്പൊ എന്ത് ചെയ്താണ്? R2 സെക്കൻഡ് ഓർബിറ്റിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? A0, അതായത് ഈ ഒരു വാല്യൂ 5.3 ഇൻറ്റു 10⁻⁻11 മീറ്റർ ഇൻറ്റു 2 സ്ക്വയർ അതായത് 4 എന്ന് വരും. നമുക്ക് 4 ഇൻറ്റു ഈ വാല്യൂ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? R2 കിട്ടും, രണ്ടാമത്തെ റേഡിയസ് കിട്ടും. ഓക്കെ, അതുപോലെ മൂന്നാമത്തെ റേഡിയസ് ആവുമ്പോൾ എന്ത് വരും? A0 ഇൻറ്റു 3 സ്ക്വയർ അതായത് 9 വരും അല്ലേ? അപ്പൊ 9 ഇൻറ്റു ഈ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? R3യുടെ വാല്യൂവും കിട്ടും. ഓക്കെ, ഈ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോർഷൻ ആയതുകൊണ്ടാട്ടോ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാത്ത. ക്ലാസ് കേട്ട് കഴിഞ്ഞവർക്ക് എന്തായാലും ഈ പ്രോബ്ലംസ് ഒക്കെ ഉഷാറായിട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം അല്ലെ. In accordance with the Bohr model, find the quantum number. In accordance with Bohr model, find the quantum number that characterizes. അപ്പൊ find the quantum number എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ എന്താ കാണേണ്ടത്? ഇവിടെ തന്നെ പറഞ്ഞു, ഒന്നും തരാതെ തന്നെ എന്താ കാണേണ്ടതെന്ന് മനസ്സിലായി. അതായത് എന്താണ്? n ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, that characterizes the Earth's revolution. എർത്തിന്റെ റവല്യൂഷനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഓർബിറ്റ് ആണ് കാണാൻ പറഞ്ഞത്. അറൌണ്ട് ദ സൺ ഇൻ ആൻ ഓർബിറ്റ് ഓഫ് റേഡിയസ്. ഓർബിറ്റിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. വിത്ത് ഓർബിറ്റൽ സ്പീഡ് എന്താണ്? വെലോസിറ്റിയും തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഇവിടെ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്? സൺ ഉണ്ട് ഇവിടെ, സണ്ണ് എസ് ഉണ്ട്. ഇതിന് ചുറ്റും ആരാണ്? നമ്മളുടെ എർത്ത് ഈ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എർത്ത് ഈ ഇതിന് ചുറ്റും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എർത്ത് മൂവ് ചെയ്യുന്ന ഓർബിറ്റിന്റെ
നമ്പർ എത്രാമത്തെ ഓർബിറ്റിലാണ് എർത്ത് മൂവ് ചെയ്യുന്നത് എന്നാണ് കാണേണ്ടത്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഈ ഓർബിറ്റിന്റെ റേഡിയസ് ആറും തന്നിട്ടുണ്ട്. അതുപോലെ ഓർബിറ്റൽ സ്പീഡ്, വെലോസിറ്റി ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി വിയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും തന്നാല് വിയും ആറും തന്നാല് എങ്ങനെ നമ്മൾ n കാണും? ഇതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, എങ്ങനെയായിരിക്കും കാണാ? ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. സിമ്പിൾ അല്ലേ? നമ്മൾ ഓൾറെഡി ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. അതേപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത് അല്ലെ? ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വെലോസിറ്റി തന്നിക്കാം. നേരത്തെ നമുക്ക് ടൈം പീരീഡ് ആണ് തന്നിരുന്നത്. ആ ടൈം പീരീഡിൽ നിന്ന് നമ്മൾ വെലോസിറ്റി കണ്ടിരിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആയിട്ട് ഇവിടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതായത് നമുക്കറിയാം L ഈക്വൽ ടു എന്താണ്? MVR. ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. എന്തായാലും ഒന്ന് നോക്കി വെച്ച് പഠിച്ചു വെച്ചോണ്ടോ. ഈക്വൽ ടു NH/2π ആണ്. ഓക്കെ, MVR ഈക്വൽ ടു NH/2π ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് N കാണാൻ എന്ത് ചെയ്താൽ മതി? 2π MVR/H ഡയറക്റ്റ് ആൻഡ് അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് എല്ലാം തന്നിട്ടുണ്ട് അല്ലെ? അതായത് 2ന്റെ പൈയുടെ വാല്യൂ 3.14. മാസ് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എർത്തിന്റെ മാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ. എർത്തിന്റെ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? നമ്മൾ കാണാതെ പഠിക്കണ വാല്യൂ. എർത്തിന്റെ മാസ് ഓഫ് എർത്ത് ഇസ് ഈക്വൽ ടു 6 × 10⁻²4 കിലോഗ്രാം ആണ്. ഓക്കെ, ഇത്രയുമാണ് എന്ത് മാസിന്റെ എർത്തിന്റെ മാസ്. മാറിപ്പോന്നു. അപ്പൊ ഇത് വെച്ചിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യാ? ഇക്വേഷനിൽ മാസ് എന്നുള്ളിടത്ത് ഈ വാല്യൂ, മാസിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, റേഡിയസും നമുക്ക് തന്നിട്ടുണ്ട്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.62 × 10⁻⁻34. അത് നമ്മൾ കാണാതെ പഠിക്കണം കേട്ടോ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കാണാൻ പറ്റും. സിമ്പിൾ അല്ലേ? നമുക്ക് ഒരു ക്വസ്റ്റ്യൻസും കൂടി ചെയ്തു നോക്കാം. Electron in the nth orbit of hydrogen atom in Bohr model, the circumference of orbit can be expressed in terms of the de Broglie wavelength lambda of that electron is. ഓക്കെ, ഡി ബ്രോഗ്ലി എവിടെയാ പറയുന്നത്? നമ്മുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ പറഞ്ഞു. അതായത് nth ഓർബിറ്റില് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഓർബിറ്റ്സ് ഉണ്ട്. അപ്പൊ ഓർബിറ്റില് nth ഓർബിറ്റ് ഏതോ ഒരു ഓർബിറ്റിൽ എന്തുണ്ട്? ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, ഏതോ ഒരു ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. Then the circumference of orbit can be expressed in terms of. അപ്പൊ ഈ ഒരു ഓർബിറ്റിന്റെ നമുക്കറിയില്ല കേട്ടോ, ഏത് ഓർബിറ്റിലാണ് n എത്രയാണെന്ന് നമുക്കറിയില്ല. ഏതോ ഒരു ഓർബിറ്റിലാണ് ഇലക്ട്രോൺ ഉള്ളത്. ഈ ഒരു ഓർബിറ്റിന്റെ ഇലക്ട്രോൺ ഉള്ള ഓർബിറ്റിന്റെ സർക്കംഫറൻസ് ബ്രോഗ്ലി വേവ്ലെങ്ത്തിന്റെ ടേമിൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരുന്നത്? അതായത് സർക്കംഫറൻസ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത് 2πr ഈക്വൽ ടു 2πr. സർക്കംഫറൻസ് ഈക്വൽ ടു എന്താണ്? n ലാംഡ. ഇങ്ങനെയല്ലേ റെപ്രസെന്റ് ചെയ്തിരുന്നത്? അതായത് ലാംഡന്റെ ടേംസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക n ലാംഡ എന്നാണ്. n എന്ന് പറഞ്ഞാൽ ഓർബിറ്റിന്റെ എണ്ണം. ഓക്കെ, അപ്പൊ ഓർബിറ്റ് എങ്ങനെ നമുക്ക് കാണാം? 2πr/λ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? n ലാംഡയാണ് കേട്ടോ. വേവ് ലെങ്ത്തിന്റെ നമ്മൾ എങ്ങനെയാണ് സർക്കംഫറൻസിനെ റെപ്രസെന്റ് ചെയ്യാന്നാ ചോദിച്ചത്. അപ്പൊ n ലാംഡ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. Then
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അയണൈസേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് എന്താണ് 13.6 ഇലക്ട്രോൺ വോൾട്ട്. നമുക്കറിയാം ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള എനർജി 13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പൊ അതിലെ ഒരു ഇലക്ട്രോണിനെ നമ്മൾ റിമൂവ് ചെയ്യാൻ എടുക്കുന്ന എനർജിയാണ് നമ്മൾ എന്ത് പറഞ്ഞു, അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇത്രയും എനർജി കൊടുത്താലാണ് ആ ഇലക്ട്രോണെ നമുക്ക് ഔട്ട്സൈഡ് എടുക്കാൻ പറ്റുക. ഫൈൻഡ് ദ എനർജി കറസ്പോണ്ടിങ് ടു ട്രാൻസിഷൻ ബിറ്റ്വീൻ തേർഡ് ആൻഡ് ഫോർത്ത് ഓർബിറ്റ്. ഓക്കെ, തേർഡ് ഓർബിറ്റും ഫോർത്ത് ഓർബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിഷനിൽ, അതായത് തേർഡ് ഓർബിറ്റും ഫോർത്ത് ഓർബിറ്റും തമ്മിലുള്ള ട്രാൻസിഷൻ പറയുമ്പോൾ എന്തായിരിക്കും, ഫോറിന്ന് തേർഡിലേക്കായിരിക്കും അല്ലെ ട്രാൻസിഷൻ നടക്കുക, ഹയർന്ന് ലോവർ സ്റ്റേറ്റിലേക്ക്. അപ്പോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ് ചോദിച്ചത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി നമ്മൾ എങ്ങനെ കാണും, അതായത് അവിടെ എച്ചിന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോണ് അതിനെ എമിറ്റ് ചെയ്യും. അപ്പൊ അതൊന്നും നമ്മൾ നോക്കണ്ട, അവിടുത്തെ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ ഒരു ട്രാൻസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും അല്ലെ. അതായത് ഇവിടെ ഇപ്പോ E4ൽ നിന്ന് E3യിലേക്കാണ്. അപ്പൊ E4ന്റെ എനർജി മൈനസ് E3യുടെ എനർജി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടുത്തെ എനർജി കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കൺസെപ്റ്റ് മനസ്സിലായാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്. പക്ഷെ നന്നായിട്ട് ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എല്ലാവർക്കും പഠിച്ചാൽ ഒരു 2 മാർക്കും 3 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കുക. എന്നാലും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും മസ്റ്റ് ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. കമ്പാരിറ്റീവ്ലി മറ്റ് ടഫസ്റ്റ് ചാപ്റ്ററുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് വിചാരിച്ച് ടഫസ്റ്റ് പോർഷൻസ് ഒക്കെ വിടണം എന്നല്ല, അത് നന്നായിട്ട് പഠിക്കണം. അതിന്റെ കൂടെ ഇതുപോലെയുള്ള ചെറിയ ചാപ്റ്ററുകളൊന്നും നെഗ്ലക്ട് ചെയ്യരുത്. സമയമുണ്ടെങ്കിൽ എന്തായാലും പഠിക്കുക. കാരണം എന്താണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ദെൻ വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സും പഠിക്കണം. എല്ലാ ചാപ്റ്റേഴ്സും നന്നായിട്ട് പഠിച്ച് കൺസെപ്റ്റ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പോവുക. ദെൻ ഈ ഒരു ഭാഗത്ത് നമ്മൾ ആ ക്വസ്റ്റ്യൻസ്, ഈ പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ട് വായിക്കുക. ഒക്കെ നന്നായിട്ട് വായിച്ചിട്ട് അതിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്, എന്താ കാണാൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇക്വേഷൻസും കാണാതെ പഠിക്കുക തന്നെ വേണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടുത്ത ക്ലാസ്സിൽ കാണാം.